പുകഴ്ത്തിയാലും മണിമേടയായാലും ഗതിയിതല്ലേ മനുഷ്യ മരണമല്ലേ. ഒരു പിടി മണ്ണായി തീരുന്ന മനുഷ്യ നീ മയങ്ങരുതേ, തെല്ലും കേറുവരുതേ. വാനോളം പുകഴ്ത്തിയാലും മണിമേടയായാലും ഗതിയിതല്ലേ മനുഷ്യ മരണമല്ലേ. വാനോളം പുകഴ്ത്തിയാലും മണിമേടയാലും ഗതിയിതല്ലേ മനുഷ്യ മരണമല്ലേ. അഖിലാണ്ടത്തെക്കാളും വിലയേറിയ നിന്റെ ഉള്ളിലെ മനുഷ്യന് മരണമില്ല. അഖിലാണ്ടത്തെക്കാളും വിലയേറിയ നിന്റെ ഉള്ളിലെ മനുഷ്യന് മരണമില്ല. ഒന്നെങ്കിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ തിരഞ്ഞെടുക്കൂ മനുഷ്യ, തിരഞ്ഞെടുക്കൂ. ഒന്നെങ്കിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ തിരഞ്ഞെടുക്കൂ മനുഷ്യ, തിരഞ്ഞെടുക്കൂ. ഒരു പിടി മണ്ണായി തീരുന്ന മനുഷ്യ നീ മയങ്ങരുതേ, തെല്ലും കേറുവരുതേ. വാനോളം പുകഴ്ത്തിയാലും മണിമേടയായാലും ഗതിയിതല്ലേ മനുഷ്യ. തിരഞ്ഞെടുത്തു സ്ഥലം തിരഞ്ഞെടുത്തു. നിത്യത തന്നിൽ നീ ചിലവഴിച്ചിടുവാൻ തിരഞ്ഞെടുത്തു സ്ഥലം എടുത്തു. മാറോടണയ്ക്കുവാൻ പാപം ക്ഷമിക്കുവാൻ കൈനീട്ടി നിൽക്കുന്നു ദൈവപുത്രൻ. മാറോടണയ്ക്കുവാൻ പാപം ക്ഷമിക്കുവാൻ കൈനീട്ടി നിൽക്കുന്നു ദൈവപുത്രൻ. ഒരു പിടി മണ്ണായി തീരുന്ന മനുഷ്യ നീ മയങ്ങരുതേ, തെല്ലും കേറുവരുതേ. വാനോളം പുകഴ്ത്തിയാലും മണിമേടയായാലും ഗതിയിതല്ലേ മനുഷ്യ മരണമല്ലേ. മദ്യവും വെറിക്കൂത്തും മയക്കുമാരുന്നുമെല്ലാം നരകത്തിലേക്കുള്ള പെരുവഴിയാ. മദ്യവും വെറിക്കൂത്തും മയക്കുമാരുന്നുമെല്ലാം നരകത്തിലേക്കുള്ള പെരുവഴിയാ. ധനവാനായിരുന്നാലും ദരിദ്രനായി തീർന്നാലും ഗതിയിതല്ലേ മനുഷ്യ മരണമല്ലേ. ധനവാനായിരുന്നാലും ദരിദ്രനായി തീർന്നാലും ഗതിയിതല്ലേ മനുഷ്യ മരണമല്ലേ. ഒരു പിടി മണ്ണായി തീരുന്ന മനുഷ്യ നീ മയങ്ങരുതേ, തെല്ലും കേറുവരുതേ. വാനോളം പുകഴ്ത്തിയാലും മണിമേടയായാലും ഗതിയിതല്ലേ മനുഷ്യ മരണമല്ലേ.
ഞങ്ങളെ അടുത്തും അകലെയും ആശ്രയിക്കുന്ന എല്ലാ നല്ലവരായ ദേശനിവാസികൾക്കും ഞങ്ങളെ സന്ധ്യാവന്ദനം അറിയിക്കുകയാണ്. ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്നതായ ഒരു വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ലഹരിയുടേതായ മദ്യത്തിൻ്റെതായ മിതമായ ഉപയോഗം കേരളത്തിലെ സകല ജനത്തെയും വല്ലാത്ത ഒരു ഭീതിയിലാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസത്തെ പത്രമാധ്യമങ്ങൾ നാം എടുത്തു വരിച്ചാൽ വേദനാജനകമായ കരളിലേപ്പിക്കുന്നതായ സംഭവങ്ങളാണ് നാം ദിനംതോറും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം കണ്ടതായ നിരവധി വാർത്തകളുണ്ട്. അതിനകത്ത് വളരെ വേദനപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് ട്രിവാൻഡ്രത്ത് വെള്ളറക്കാടിൽ നടന്ന സംഭവം. സ്വന്തം പിതാവിനെ പോറ്റി വളർത്തി വലുതാക്കി നല്ല നിലയിൽ എത്തണം എന്നാഗ്രഹം വിദേശത്ത് വിട്ട് MBBS പഠിപ്പിച്ച് അവസാനം കൊറോണയുടേതായ പ്രയാസ നിമിത്തം തിരിച്ച് ഭവനത്തിൽ വന്ന് വെളിയിലിറങ്ങുവാൻ കഴിയാതെ റൂമിനകത്ത് ഒതുങ്ങിക്കൂടിയതായ തന്റെ മകൻ തന്റെ അപ്പൻ തനിക്ക് സ്വാതന്ത്ര്യം തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പിതാവിനെ നിഷ്കരണം കൊലപ്പെടുത്തിയതായ വാർത്തകൾ നാം കേട്ടതാണ്. ആ മകനെ കുറിച്ച് അറിയുവാനിടയായിത്തീർന്നത് എങ്ങനെയാണ്? രാവിലെ തനിക്ക് ഇഷ്ടമുള്ളപ്പോൾ തന്റെ റൂമിൽ നിന്നിറങ്ങി താൻ പോയി. രാത്രി ഏത് നേരത്താണ് വരുന്നത് എന്ന് മാതാപിതാക്കറിയത്തില്ല. 2 നിലയുള്ള വീടിനകത്ത് മുകളിലത്തെ നിലയിലേക്ക് മാതാപിതാക്കൾക്ക് പ്രവേശിക്കുവാൻ മകൻ അനുവാദം കൊടുത്തിട്ടില്ല. പലയാവർത്തി മാതാവ് തന്റെ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി സ്റ്റെപ്പുകൾ കയറി മുകളിലോട്ട് ചെല്ലുവാൻ തുടങ്ങുമ്പോൾ തന്നെ താൻ ഇറങ്ങി വന്ന മാതാവിനെ മർദ്ദിക്കുന്ന അനുഭവങ്ങൾ വാർത്തകളിൽ കേൾക്കുവാനിടയായി തീർന്നു. തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം എവിടൊക്കെ പോകുന്നു എന്ന് ചോദിക്കുവാൻ അനുവാദമില്ലായിരുന്നു മാതാപിതാക്കൾക്ക്. വീട്ടിൽ കടന്നു വന്ന് ഏത് സമയത്താ വരുന്ന പോലും അറിയത്തില്ല. എന്നിട്ടാൻ മകൻ പറയുന്നത് തന്റെ അപ്പൻ തനിക്ക് സ്വാതന്ത്ര്യം തരുന്നില്ല എന്ന്. അതിനേക്കാൾ നിഷ്കരുണമായ വേദനാജനകമായ ഒരു സംഭവമാണ് ഇന്നേക്ക് 1 വർഷത്തിനു മുമ്പ് ഈ തൃശ്ശൂരിൽ സംഭവിക്കാനിടയായി തീർന്നത്. മദ്യപിച്ച് ലക്കിട്ട് വീട്ടിൽ വന്ന് കിടന്നുറങ്ങിയതായ മകൻ രാത്രി താൻ കുടിച്ച മദ്യത്തിന്റെ ലഹരിയിൽ താൻ കിടന്നുറങ്ങി. തന്റെ ഉറക്കത്തിന്റെ ആഘാതം അത് നീണ്ടുപോയി. രാത്രി ഒത്തിരി ലേറ്റായിട്ടാണ് താൻ ഉണരുവാനിടയായി തീർന്നത്. താൻ ഉണർന്ന് തന്റെ മദ്യത്തിന്റെ ലക്ഷ്യമിട്ട് താൻ ഉണർന്നപ്പോൾ താൻ വാച്ച് നോക്കിയപ്പോൾ ഏകദേശം അർദ്ധരാത്രിയായി. തന്റെ അപ്പനെ വിളിച്ചു ചോദിച്ചു, എന്തുകൊണ്ട് എന്നെ നേരത്തെ വിളിച്ചില്ല? അപ്പൻ ചോദിച്ചു, മോനെ നീ ഉറങ്ങുകയല്ലായിരുന്നോ? അതുകൊണ്ടാ വിളിക്കാഞ്ഞത്. അതല്ല, ബിവറേജ് അടയ്ക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പിതാവിനെ നിഷ്കരുണം കൊലപ്പെടുത്തുവാനിടയായി തീർന്നു. നോക്കിക്കേ, എത്രയോ കുടുംബങ്ങളാണ് മദ്യത്തിന്റെ ലഹരിയുടേതായ ഉപയോഗ നിമിത്തം തകർന്നു പോകുവാനിടയായി തീർന്നത്. അധികം ദിവസത്തിന് മുൻപില്ലാതൊരു സംഭവമാണ് കോഴിക്കോട് നടക്കുവാനിടയായി തീർന്നത്. അപ്പൻ നഷ്ടപ്പെട്ടതായ മകനെ ലാളനയോടെ സ്നേഹത്തോടെ വളർത്തിയ ഒരു മാതാവ് തന്റെ ഇഷ്ടങ്ങളൊക്കെയും സാധിപ്പിച്ചു കൊടുത്ത് +2 വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ ഉപരിപഠനത്തിന് വേണ്ടി അന്യ സംസ്ഥാനങ്ങളിലേക്ക് വിട്ട് ആ മകനെ പഠിപ്പിക്കുവാൻ വേണ്ടി മാതാവ് വളരെ കഷ്ടപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ ഉപരിപഠനം ചെയ്തുകൊണ്ടിരുന്ന മകൻ പലപ്പോഴും വീട്ടിൽ വരുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ കണ്ടതുപോലെയല്ല മകന്റെ സ്വഭാവം മനസ്സിലാക്കി മാതാവിന് വളരെ വേദനയുണ്ടായി. പലപ്പോഴും തന്നെ ഉപദേശിക്കുവാനിടയായി തീർന്നു. അപ്പോഴൊന്ന് ഉപദേശം കേൾക്കാൻ തനിക്ക് പണം വേണം എന്ന് മാതാവിന് പറയുകയും മാതാവിനെ വല്ലാതെ ഉപദ്രവിക്കുകയും ചെയ്യുവാനിടയായി തീർന്നു. വീണ്ടും താൻ വിദ്യാഭ്യാസം വേണ്ടി കടന്നുപോയി. എന്നാൽ ആ മാതാവ്
ട്യൂമർ ബാധിച്ച് ഓപ്പറേഷൻ ചെയ്ത് താൻ വിശ്രമിക്കുന്ന സമയത്ത് ഈ മകൻ തിരികെ വന്നിട്ട് മാതാവിനോട് പറഞ്ഞു, എനിക്ക് പൈസ വേണം. മാതാവ് പറഞ്ഞിട്ട് തരാനില്ല. വീടും പറമ്പും എന്റെ പേരിൽ എഴുതി തരണമെന്ന് പറഞ്ഞപ്പോൾ നടക്കത്തില്ല എന്ന് പറഞ്ഞു. നിനക്ക് ലഹരി ഉപയോഗിക്കാനല്ലേ, നിനക്ക് നശിപ്പിക്കാനല്ലേ, ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ പോറ്റി വളർത്തിയ മാതാവിനെ നിഷ്കരണം കൊലപ്പെടുത്തിയതായ ഒരു മകനെ കുറിച്ച് നാം വായിച്ചതാണല്ലോ. അവനെ ജയിലിലടച്ചു. ജയിലിലടച്ചിട്ട പോലീസുകാർക്ക് അവനെ നിയന്ത്രിക്കാൻ കഴിയാതെ ഇവിടെ തൃശ്ശൂര് മെന്റൽ ഹോസ്പിറ്റലിൽ അവനെ അഡ്മിറ്റ് ചെയ്യുവാനിടയായി തീർന്നു. അമ്മയെ കൊന്ന വിഷമല്ല അവനെ ഒരു മെന്റൽ രോഗിയാക്കിയത്, മറിച്ച് ലഹരി ലഭിക്കാതെ വന്നപ്പോൾ അവൻ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് കാണിച്ചതായ ആ പ്രയാസനിമിത്തം പോലീസുകാർ അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുവാനിടയായി തീർന്നു. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് ദിനംതോറും നമ്മൾ വാർത്തകൾ കൂടെ കേൾക്കുവാനിടയായി തീർന്നത്. എന്ത് ഇതിന് കാരണം? നമ്മുടെ നാട്ടിൽ നല്ല ഭരണ സംവിധാനമില്ലാഞ്ഞിട്ടാണോ, നിയമ സംവിധാനമില്ലാഞ്ഞിട്ടാണോ? അല്ലവേ അല്ല. നമുക്കറിയാം, കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നിയമ സംവിധാനങ്ങൾ, നിയമകർത്താക്കൾ ഗ്രീഷ്മ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിക്ക് താൻ ചെയ്ത കുറ്റത്തിനനുസരിച്ച് ശിക്ഷ വിധിച്ചതായ ആ ശിക്ഷാവിധിയെ കുറിച്ച് കേട്ട് പലരും അതിൻ്റെതായ അങ്ങനെ തന്നെ വരണം എന്ന് പറഞ്ഞതായ വാക്കുകൾ നാം കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല നിയമ സംവിധാനങ്ങളില്ലാഞ്ഞിട്ടല്ല, നല്ല ഭരണഘടന ഇല്ലാഞ്ഞിട്ടാണോ? അല്ലവേ അല്ല. പിന്നെ എന്ത് ഇതിന് കാരണം? സ്നേഹിത, അതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഒരുപക്ഷെ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇതൊരു മതപ്രസംഗമല്ലേ, മതത്തിലേക്ക് ആളുകൂട്ടുന്ന പരിപാടിയല്ലേ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിരിക്കാം. അല്ലവേ അല്ല സ്നേഹിത, മതത്തിൻ്റെതായ കെട്ടുപാടുന്നതോടെ നിങ്ങൾ പ്രസംഗിക്കുന്നതല്ല, ഒരു മതത്തിലേക്ക് ആളുകൂട്ടുന്ന പരിപാടിയുമല്ല കേട്ടോ. കാരണം ഇന്നേക്ക് വർഷങ്ങൾക്ക് മുമ്പ് ശിവരിമാരിങ്ങനെ പാടി അസതോമാ മൃത്യോമാ അമൃതം ഗമയാം എന്ന് പാടുവാനിടയായി തീർന്നു. കാരണം അവർ പാടിയത് മറ്റൊന്നുമല്ല, ഈ അജ്ഞതയിൽ നിന്ന് ആര് ഞങ്ങളെ ജ്ഞാനത്തിലേക്ക് നയിക്കുമെന്ന് പറയുവാനിടയായിത്തീരുന്നു. ഈ മരണത്തിൽ നിന്ന് ആര് ഞങ്ങളെ ജീവനിലേക്ക് നയിക്കുമെന്ന് അവർ പാടുവാനിടയായിത്തീരുന്നു. ഈ അന്ധകാരത്തിൽ നിന്ന് ആര് വെളിച്ചത്തിലേക്ക് ഞങ്ങൾ നയിക്കുമെന്നാണ് അവർ പാടിയത്. ഒരുപക്ഷെ പലരും ചിന്തിക്കാം, ഉച്ചയ്ക്കുരിച്ച് സൂര്യനെ കണ്ടുകൊണ്ട് എന്തുകൊണ്ട് ഋഷിവരിമാർ പാടി വെളിച്ചത്തിലേക്ക് നിങ്ങൾ നയിക്കണമെന്ന്? അവരുടെ കണ്ണുകൾക്ക് കാഴ്ചയില്ലേ? പിന്നെന്തിനാണ് അവർ പറഞ്ഞത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നിങ്ങൾ നയിക്കണമെന്ന്, മരണത്തിൽ ജീവനിലേക്ക് നയിക്കണമെന്ന്? എന്തുകൊണ്ടാണ് അവർ പാടിയത്? ഈ അജ്ഞതയിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് ഞങ്ങൾ നയിക്കണമെന്ന് എന്തുകൊണ്ടാണ് അവർ പാടിയത്? സ്നേഹിത, അവർ പാടിയ തെറ്റല്ല, അവർ പാടിയത് യഥാർത്ഥ കാര്യമാണ്. കാരണം മനുഷ്യന്റെ ഉള്ളിൽ ഇരുട്ടെന്ന ഒരു സ്ഥലവന്റെ ഹൃദയത്തെ പിടിച്ചൊതുക്കിയിരിക്കുന്നു. ഇന്നും ആ മനുഷ്യൻ വെളിച്ചം തേടി അന്വേഷിക്കുകയാണ്. കാരണം മനസ്സിന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ഇരുട്ടിനെ അകറ്റുവാൻ മനുഷ്യൻ പല മാർഗങ്ങൾ തേടുവാനിടയായിത്തീരുന്നുണ്ട്. കാരണം ആ ഇരുട്ടിൽ നിന്ന് മുക്തി നേടുവാൻ നൂറ്റാണ്ടിൽക്കുമ്പോ ഋഷിവരിമാർ പാടിയത് അവരിങ്ങനെയാണ് പാടിയത്, അസതോമ സദ്ഗമയ മൃത്യോമ അമൃതഗമയ. ഈ കാലത്ത് ഈ ഇരുട്ടിൽ നിന്ന് ഞങ്ങൾക്ക് വെളിച്ചം നേടണം. എന്താണ് ഇരുട്ട്? അതാണ് സ്നേഹിത ഞങ്ങൾക്ക് നിങ്ങോട്ട് പറയുവാനുള്ളത്. സകല മനുഷ്യന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ഇരുട്ട്, അത് മതങ്ങൾ ഇങ്ങനെ പറയുന്നു, തിന്മയാണ്. തിന്മയാണ് ആ ഇരുട്ടെന്ന് പറയുന്നത്. തിന്മയുടെ പ്രവൃത്തികളാണ് ഇരുട്ടിന്റെ പ്രവൃത്തികൾ എന്ന് പറയുവാനിടയായിത്തീരുന്നത്. എന്തുകൊണ്ട് ഈ വെളിച്ചത്തിൽ, ഈ ഇരുട്ടിൽ, ഈ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന മനുഷ്യദുർബലമായ വെളിച്ചമുള്ളതായ ഈ ലോകത്ത് ഇരുട്ടിൽ നീ വെളിച്ചം വയ്ക്കണമെന്ന് പാടിയതിന്റെ കാരണം, ദൈവമേ, ഒരു ജീവനുണ്ടെങ്കിൽ, ഒരു ദൈവമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുന്നതായ പാപമാകുന്ന ഇരുട്ടിൽ നിന്ന് ഞങ്ങൾക്കൊരു മാറ്റി നൽകണമെന്ന് മുനിവരന്മാർ പാടുവാനിടയായിത്തീർന്നു. അവരുടെ പ്രാർത്ഥനയ്ക്ക്, അവരുടെ പാട്ടുകൾക്ക് മറുപടിയായിട്ട് ഇന്ന് 2024 വർഷങ്ങൾക്ക് മുമ്പ് ഒരുവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന്. അങ്ങ് പാലസ്തീന്റെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഒരുവൻ വിളിച്ചു പറഞ്ഞത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന്. കണ്ണുകൾ അന്ധമായിട്ടല്ല പറഞ്ഞത്, ലോകത്തിന്റെ വെളിച്ചങ്ങൾ കാണാനിട്ടമല്ല അവൻ പറഞ്ഞത്. ഋഷിവരന്മാർ പാടിയതായ ഈ അന്ധകാരങ്ങളെ വെളിച്ചത്തിലേക്ക് ആര് നയിക്കും എന്ന് പാടിയതായ പാട്ടിന്റെ മറുപടിയാണ്
കർത്താവായ യേശു ക്രിസ്തു പറയും, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. മാനവജാതിയുടെ ഉള്ളിൽ കൊടികൊള്ളുന്നതായ ഇരുട്ടിൽ നിന്ന് വെളിച്ചം നയിക്കുവാൻ ഈ ഉലകത്തിലേക്ക് അവതരിച്ച സത്യ വെളിച്ചമാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന്. ഒരുപക്ഷെ യേശു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇത് മതം മാറ്റ പരിപാടിയാണെന്ന്. സ്നേഹിത, തെറ്റിപ്പോയി കേട്ടോ. ഇത് മതം മാറ്റ പരിപാടിയല്ല. യേശുവിനൊരു മതം സ്ഥാപിച്ചിട്ടില്ല. യേശുവിനൊരു സംഘടന സ്ഥാപിച്ചിട്ടില്ല. യേശു ഇവിടെ ഒരു ജാതിയെ സൃഷ്ടിച്ചിട്ടില്ല. യേശു പറഞ്ഞത്, ഞാൻ മാനവജാതിയുടെ ഉള്ളിൽ കൊടികൊള്ളുന്നതായ പാവമായ ഇരുട്ടിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഉലകത്തിലേക്ക് അവതരിച്ചത്. സ്നേഹിത, ഇന്നും മനുഷ്യൻ വെളിച്ചം നേടി പല മാർഗങ്ങളും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. സ്നേഹിത, നിന്റെ ഉള്ളിൽ കൊടികൊള്ളുന്ന പാവമായ ഇരുട്ടിൽ നിന്ന് വാദം നൽകുവാൻ ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് ആലസ്യമനിൽ ഒരുവൻ ജനിക്കുവാനിടയായി തീർന്നു. സകല മനുഷ്യനും ജനിച്ചു ജീവിച്ച മരണം കൊണ്ടടങ്ങി ഒതുങ്ങിത്തീരുമ്പോൾ ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് ആലസ്യമന് ജനിച്ചു ജീവിച്ച് മരിച്ച് അവിടെ കൊണ്ട് തീരുന്നില്ല. ലോകത്തിന്റെ പല മഹാന്മാരും കല്ലറ കൊണ്ടൊതുങ്ങുമ്പോൾ ഇന്ത്യയുടേതായ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചതായ മഹാത്മാഗാന്ധിയുടേതായ കബറിടം ഡൽഹിയിൽ രാജ്ഘട്ട് നഗർ സ്ഥലത്ത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഞാൻ പലയാവർത്തിയോടെ പോയിട്ടുണ്ട്. അതിന്റെ മുമ്പിൽ അണയാത്ത ഒരു ദീപശിഖയുണ്ട്. എന്നാൽ ആ കല്ലറ ഇന്നും അടഞ്ഞു കിടക്കുകയാണ്. എന്നാൽ യേശുവിന്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുന്നതിന്റെ കാരണം, സ്നേഹിത, മരണശേഷം ഒരു ജീവിതമുണ്ട്, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. മരണം കൊണ്ടെല്ലാം തീരുന്നില്ല സ്നേഹിത. നിന്റെ ഉള്ളിൽ കൊടികൊള്ളുന്ന പാപത്തിന് പരിഹാരം വരുത്താത്തടത്തോളം കാലം നിനക്ക് മോക്ഷം പ്രാപിക്കുവാൻ കഴിയത്തില്ല. മോക്ഷത്തിന് വേണ്ടി പല മാർഗങ്ങൾ തേടാം, പല വഴികൾ നീ യാത്ര ചെയ്തിരിക്കാം. എന്നാൽ മോക്ഷം പ്രാപിക്കാൻ ഒറ്റ വഴിയുള്ളൂ സ്നേഹിത, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഇതൊരു മതത്തിലേക്ക് ചേർക്കുന്ന പരിപാടിയല്ല സ്നേഹിത. നിന്റെ ആത്മാവിന് മോക്ഷം നൽകുക, നിന്റെ ഉള്ളിൽ കൊടികൊള്ളുന്ന പാപത്തിൽ നിന്ന് നിനക്ക് മോചനം നൽകുവാൻ ഒരു മാർഗമേ ഉള്ളൂ. അതിന് കർത്താവ്, ഞാൻ തന്നെ വഴിയും സത്യം ജീവനുമാകുന്നു എന്ന്. ആ സ്നേഹം, ആ സന്തോഷം തിരിച്ചറിഞ്ഞത് കൊണ്ട് ആ സ്നേഹിത ഈ കവലിൽ നിന്നുകൊണ്ട് നിങ്ങൾ വിളിച്ചു പറയുന്നത്, നിന്റെ ആത്മാവിന് മോക്ഷം നൽകുവാൻ, നിന്റെ ആത്മാവിന് നിത്യശാന്തി നൽകുവാൻ, നിത്യവും നൽകുവാൻ യേശു ക്രിസ്തു മാത്രമേ ഏക മാർഗമുള്ളൂ. അതുകൊണ്ട് യേശു വിശ്വസിക്കുന്നവന് ശിക്ഷാവിധിയില്ല. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, മറ്റൊരു രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യന് നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ഈ നാമം നീ വിളിച്ചപേക്ഷിച്ചാൽ നിന്റെ പാപത്തിന് പരിഹാരം നൽകുവാനിടയായി തീരും. സ്നേഹിത, നീ എത്ര കർമ്മങ്ങൾ ചെയ്താലും പ്രാർത്ഥനകൾ ചെയ്താലും തീർത്ഥാടനം നേടിയാലും നിന്റെ പാപത്തിന് പരിഹാരം വരണമെങ്കിൽ യേശുവിന്റെ രക്തം മാത്രമേ നിന്റെ പ്രാർത്ഥനയ്ക്ക് നിന്റെ പാപത്തിന് പരിഹാരമായി ഇന്ന് നിലനിൽക്കുന്നുള്ളൂ. സ്നേഹിത, ആ യേശുവിന്റെ രക്തം നിന്റെ സകല പാപം പോക്കി നിന്നെ യേശുവിന്റെ പൈതലാക്കി തീർക്കുവാനിടയായി തീരും. നീ എന്താ ചെയ്യേണ്ടത്? ഒറ്റ കാര്യം ചെയ്താൽ മതി. നീ ദൂരം സഞ്ചരിക്കേണ്ട, സാമ്പത്തികം മുടക്കേണ്ട, മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ട. യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന് പരിഹാരം വേണ്ടിയാണ് അങ്ങ് മരിച്ചതെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. എന്റെ ഹൃദയത്തിലേക്ക് വരണമേ, എന്റെ പാപത്തിന് പരിഹാരം നൽകണമേ, എന്റെ ആത്മാവിന് മോക്ഷം നേടുവാൻ അങ്ങിലേക്ക് ഞാൻ അലിയും ചേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന് ഹൃദയം കൊടുത്താൽ നിന്റെ പാപത്തിന് പരിഹാരം വരുവാനിടയായി തീരും. നിന്റെ പാപത്തിന് പരിഹാരം വന്നാൽ ഇന്ന് നീ അഭിമുഖീകരിക്കുന്ന സകല തിന്മയിൽ നിന്നും നിനക്കൊരു മോചനം നേടുവാനിടയായി തീരും. സ്നേഹിത, ഒരു കാര്യം വിളിച്ചു പറയട്ടെ, ഈ തിന്മകൾക്ക് ഇന്നലെ വരെ ഞങ്ങൾ അടിമകളായിരുന്നു. യേശുവിനെ അറിയുന്നത് വരെ ഈ തിന്മകൾക്ക് ഞങ്ങൾ അടിമകളായിരുന്നു. പല മാർഗങ്ങൾ ഞങ്ങൾ തേടി, പല വഴികൾ ഞങ്ങൾ തേടി. പക്ഷേ യേശു എന്ന മാർഗത്തെ തിരിച്ചറിഞ്ഞപ്പോൾ ആ തിന്മ പ്രവൃത്തിയിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നേടുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് സ്നേഹിതരെ ഞങ്ങൾ ഈ തിരുവോരയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നത്, നിങ്ങളുടെ പാപത്തിന് പരിഹാരം നൽകുവാൻ, ഈ തിന്മയിൽ നിന്ന്, തിന്മ പ്രവൃത്തിയിൽ നിന്ന് മോചനം നൽകുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. യേശുവിൽ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബം രക്ഷപ്രാപിപ്പാനിടയായി തീരും. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ സന്ദേശത്തെ കുറിച്ച് കൂടുതൽ അറിയുവാൻ, നിങ്ങളുടെ ജീവിതത്തിന്റെ മാറ്റം വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഓട്ടുപാറയിൽ ഞങ്ങളുടെ പ്രവർത്തകൻ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഓട്ടുപാറ ജയശ്രീ മിനി ഓഡിറ്റോറിയത്തിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:45 മുതൽ 10 മണി വരെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാലയമുണ്ട്. നിങ്ങളുടെ ഏത് വിഷയമാകട്ടെ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയമാകട്ടെ, അതിന് പരിഹാരം നൽകുവാൻ യേശുവിന് കഴിയും. ആ യേശുവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏത് നിമിഷവും നിങ്ങൾ കടന്നു വരാം. നിങ്ങളുടെ കയ്യിൽ കിട്ടിയ നോട്ടീസ്
നിങ്ങളുടെ കോൺടാക്ട് നമ്പർ ഉണ്ട്. അതെല്ലാം ഞായറാഴ്ച രാവിലെ 7:45 മുതൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം അവിടെയുണ്ട്. ഇവിടെ കിടന്നു വന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായിത്തീരും. സർവശക്തി നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ.